കൂട്ടുകാരെ, ഒരാൾ കഷ്ടപ്പെട്ട് ഒരു വലിയ കല്ല് മലയുടെ മുകളിലേക്ക് ഉരുട്ടി കയറ്റുന്നു. മുകളിലെത്തിയതും അയാൾ അത് താഴേക്ക് തള്ളിയിടുന്നു. താഴേക്ക് വീഴുന്ന ആ കല്ല് നോക്കി അയാൾ പൊട്ടിച്ചിരിക്കുകയാണ്. ആരാണ് ഈ മനുഷ്യൻ? ഇദ്ദേഹത്തെ എന്തിനാണ് എല്ലാവരും ഭ്രാന്തൻ എന്ന് വിളിച്ചത്? ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മലയാളത്തിലെ പ്രിയപ്പെട്ട ബാലസാഹിത്യകാരൻ സി.പി. പള്ളിപ്പുറം രചിച്ച നാറാണത്ത് ഭ്രാന്തൻ എന്ന പുസ്തകമാണ്. ഐതിഹ്യമാലയിലെ പറയപെറ്റ പന്തിരുകുലത്തിലെ ഏറ്റവും വിചിത്രമായ കഥാപാത്രത്തെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. ഈ പുസ്തകത്തിൽ നാറാണത്ത് ഭ്രാന്തന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം കല്ല് മലമുകളിലേക്ക് കയറ്റുന്നതും താഴേക്ക് തള്ളുന്നതും? ഇതിനു പിന്നിലെ വലിയൊരു തത്വം സി.പി. പള്ളിപ്പുറം വളരെ ലളിതമായിട്ട് ഈ ഒരു കഥയിൽ വിവരിക്കുന്നു. ശ്മശാനത്തിൽ വെച്ച് കാളിയെ നേരിടുന്നതും തന്റെ കാലിലെ മുഴ അപ്പുറത്തേക്ക് മാറ്റാൻ ആവശ്യപ്പെടുന്നതും ഒക്കെയുള്ള രസകരമായ ഭാഗങ്ങൾ കാണുന്നവർക്ക് ഭ്രാന്താണെന്ന് തോന്നുമെങ്കിലും നാറാണത്ത് ഭ്രാന്തൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും വലിയ അറിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. വളരെ ലളിതമായ മലയാളമാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും ഇത് വായിച്ചാസ്വദിക്കാം. പരാജയങ്ങളെ നോക്കി ചിരിക്കാനും ലോകത്തെ വ്യത്യസ്തമായ കണ്ണുകളിലൂടെ കാണാനും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, അറിവും തമാശയും നിറഞ്ഞ ഈ ചെറിയ വലിയ പുസ്തകം നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കണം. ഈ പുസ്തകം വെറുമൊരു കഥാപുസ്തകമല്ല. ലോകത്തെ നോക്കി ചിരിക്കാനും പ്രതിസന്ധികളിൽ തളരാതിരിക്കാനും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വഴികാട്ടിയാണിത്. നമ്മൾ പരീക്ഷയിൽ തോൽക്കുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും പരാജയം ഉണ്ടാകുമ്പോഴോ വിഷമിച്ചിരിക്കാറില്ലേ? എന്നാൽ നാറാണത്ത് ഭ്രാന്തൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന്? കഷ്ടപ്പെട്ട് മുകളിലെത്തിച്ച കല്ല് താഴേക്ക് വീഴുമ്പോഴും അത് നോക്കി ചിരിക്കാൻ കഴിയണം. അതായത് വീഴ്ചകളെ എപ്പോഴും നമുക്ക് ആഘോഷമാക്കി മാറ്റാൻ പഠിക്കണം. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ കല്ല് താഴേക്ക് തള്ളിയിടുന്നത് എന്തിനാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു പുസ്തകവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.